പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോൽപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ ശാരദ പുഷ്പവനത്തിൽ വിടർന്നൊരു ശതാവരി മലർ പോലെ, ശാരദ പുഷ്പവനത്തിൽ വിടർന്നൊരു ശതാവരി മലർ പോലെ, വിശുദ്ധയാം വിടർന്നു നീ എൻ്റെ വികാരരാജാങ്കണത്തിൽ. വിശുദ്ധയാം വിടർന്നു നീ എൻ്റെ വികാരരാജാങ്കണത്തിൽ, വികാരരാജാങ്കണത്തിൽ. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോൽപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ പാലൊളി ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂ ചാരേ, പാലൊളി ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂ ചാരേ, ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ, ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ, പറയും കഥകൾ കേൾക്കാൻ. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോൽപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ കൃഷ്ണേട്ടാ നമസ്കാരം. ഇത് നമ്മുടെ നാട്ടിലെ താരങ്ങളെന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. ഈ ഫാമിലിയെ കുറിച്ചും ചോദിക്കാം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ വൈഫ്, 2 മക്കള്, 2 മോളും മോനും. മോള് പാട്ടുകാരി തന്നെ തോന്നുന്നു, മ്യൂസിക് ടീച്ചറാണ്. പാട്ടുകാരിയാണ്. എവിടെന്ന് മോളെ മാരേജ് ഒക്കെ കഴിഞ്ഞോ? മാരേജ് കഴിഞ്ഞു, ആലുവയ്ക്ക്. അതെ. പിന്നെ മകനുണ്ട്. മകനും പാടും. അങ്ങനെ അങ്ങനെ വീട്ടിൽ വെച്ചിട്ടൊക്കെ നന്നായി പാടാറുണ്ട്. ശ്രദ്ധിക്കാം, അവര് പാടുന്ന കേട്ടാ നമുക്കറിയാലോ. കൃഷ്ണയുടെ ഇപ്പൊ പാടിയ പാട്ട് നല്ല അസാധ്യ ഗാനം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടിയാണ്. നന്നായി പാടും ചെയ്തിട്ടാ, നല്ല രസമായിട്ട് പാടി പഴയൊരു പാട്ട്. എന്താ ചെയ്യണത് കൃഷ്ണേട്ടൻ ജോലി? ഞാന് കാർപ്പൻ്ററാണ്. കാർപ്പൻ്റർ വർക്കാണ്. ഈ പാട്ട് ഗാനമേള വേദികൾ എന്തെങ്കിലും പോവാറൊക്കെ ഉണ്ടോ? ഗാനമേള അങ്ങനെ പ്രൊഫഷണലായിട്ട് അങ്ങനെ വേറൊന്നുമില്ല, എങ്കിലും ഇടയ്ക്ക് ആരെങ്കിലൊക്കെ. പണ്ടത്തെ ചെറുപ്പകാലത്തൊക്കെ പോയിരുന്നോ? ചെറുപ്പകാലത്തൊക്കെ പോയിരുന്നല്ലേ. ഇപ്പൊ പഴയ പാട്ടിനോട് ഇപ്പൊ ആർക്കും മറ്റേ ഓർക്കസ്ട്ര ഗാനമേളക്ക് ഇപ്പൊ പ്രൊഫഷണൽ ഗാനമേള തന്നെ പഴയ ഗാനങ്ങളില്ല. ഇപ്പൊ അടിച്ചപൊളി പാട്ട് മാത്രമേ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, നമുക്ക് പഴയ ഗാനങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് പാടിക്കൊള്ളോട്ടാന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പൊ അവര് പറയും അത് ഓഡിയൻസിന് അത് ദഹിക്കൂല. ഓഡിയൻസിന് അടിച്ചപൊളി പാട്ടല്ലേ വേണ്ടു.
എന്നാലും ചില വേദികളിലൊക്കെ ഈ പാട്ട് പഴയ പാട്ടിന് ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ അങ്ങനെയുണ്ട്. കാരണം പാടുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പഴയ പാട്ട്. വേണ്ടാതെ പറയുള്ളൂ പഴയ പാട്ട് വേണോ എന്ന് പറയും. പക്ഷെ ആസ്വദിക്കുന്ന ഒരു ഈ ചാടി കളിക്കുന്നവർ തന്നെ ഒരു പെട്ടെന്ന് ഒരു നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ പഴയ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കുക. അതാണ് എന്തായാലും ഈ ശരിക്കും പറഞ്ഞ കൃഷ്ണേട്ടനൊക്കെ എന്നോ നമ്മളെ ഈ അറിയപ്പെടേണ്ട ഒരു സമയം കഴിയുന്ന പറയാം. അസാധ്യമായിട്ട് പാടുന്നുണ്ട്. ഇത് പറയല്ല, ഞാൻ ഏത് സദസ്സിൽ പോയാലും അറിയപ്പെടുന്നവര് പറയാ ആ ശങ്കരവർണ്ണം ഒന്ന് പാടണമെന്നാ പറയാ. അത് ശരി. ശങ്കരാഭരണം പാടുന്നുണ്ടെങ്കിൽ അത് മാസ്റ്റർ പീസ് സാധനമൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് ഇതിലൂടെ ഒന്ന് പാടും കാണും. കാരണം ഈ അതൊക്കെ ആ പാട്ടൊക്കെ പാടുന്ന പറയുമ്പോ ഭയങ്കര റിസ്ക് ഉള്ള ഒരു പാട്ട് കൂടിയാണല്ലോ. റിസ്ക് തന്നെയാണ് അത്. അത്രയും ചെറുപ്പത്തിൽ ഞാൻ അത് പഠിച്ചിരുന്നു. ഞാനിവിടെ കരോക്കെ പാടാറ്, അങ്ങനെ തന്നെ പാടാറ്. കരോക്കെ ഓർക്കസ്ട്രയിലും പാടും. അതെ, ഓർക്കസ്ട്രയില് എനിക്ക് സുഖം പാടാൻ. ഇത് ട്രാക്ക് ബുദ്ധിമുട്ടിയിട്ടല്ല, എങ്കിലും ഓർക്കസ്ട്ര ആകുമ്പോ അതിന്റെ ഒരു. കൃഷ്ണേട്ടന്റെ വീട് ഏകദേശം ഇപ്പോ ചെമ്മണ്ണൂര് ചീരംകുളം അമ്പലത്തിന്റെ അടുത്ത് ആണ് വീട് വരുന്നില്ലേ. പ്രഷർ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും കൃഷ്ണേട്ടന്റെ മാസ്റ്റർ പീസ് പാട്ട് ശങ്കരാഭരണത്തെ പാട്ടൊന്നും അതും കൂടി നമുക്ക് കേട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ശങ്കര നാദശരീരാപര വേദവിഹാര ജീവേശ്വര ശങ്കര നാദശരീരാപര വേദവിഹാര ജീവേശ്വര ശങ്കര പ്രാണവും നീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമനീ മൗനവിചക്ഷണ ധ്യാനവിലക്ഷണ രാഗമേ യോഗമനീ പ്രാണവും നീവനി രാഗമേ നീധനി പ്രാണമേ ഗാനമനീ മൗനവിചക്ഷണ ധ്യാനവിലക്ഷണ രാഗമേ യോഗമനീ నాదోపాసను చేసిన వాడను నీ వాడను మేనైదే నాదోపాసను చేసిన వాడను నీ వాడను మేనైదే ధృక్కరింద శిద గిమగరింద శిద కందర నీలకందర രുദ്രലുരുകനീ രുദ്രവീണ നിന്നിത്രഗാനമതിലവതరించര വിനിധరించര ശങ്കര നാദശരീരാപര വേദവിഹാര ജീവേശ്വര ശങ്കര మెరిసే మెరుగుల మురిసే తటముల చిరు చిరు నవ్వులు కాబోలు ఉరుమే ఉరుములు సరి సరి నటనల సిరి సిరి మూవలు కాబోలు మెరిసే మెరుగుల మురిసే తటముల చిరు చిరు నవ్వులు కాబోలు ఉరుమే ఉరుములు సరి సరి నటనల సిరి సిరి మూవలు కాబోలు పరవశన్న శిరసు గంగా ധരശുചാരിണ ശിവഗംഗ പരവശാന്ന ശിരശു ഗംഗ ധരശുചാരിണ ശിവഗംഗ ആഗാനന പരുണു മുനുഗംഗ ആനന്ദ വൃഷ്ടിനൈ തടവംഗ
ശങ്കര നാദശരീരാപര വേദവിഹാര ജീവേശ്വര ശങ്കര ശങ്കര ശങ്കര. ഗംഭീരായിട്ട് നന്നായി പാടി, നല്ല രസമായി പാടി, അസാധ്യമായിട്ട്. എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലും എന്താ പറയാ, പാട്ട് കേൾക്കാൻ പറ്റിയതിലും പരിചയപ്പെടാൻ സാധിച്ചതിലും ഒക്കെ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോഗ്രാം കണ്ടിട്ട് എന്തായാലും ഈ മറ്റുള്ള പ്രേക്ഷകർ എന്തായാലും വിളിച്ചിരിക്കും. അവസരങ്ങൾ കിട്ടും, തേടിയെത്തും. സന്തോഷം. താങ്ക് യു.